ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് വേങ്കമല ക്ഷേത്രം വരെ പോയാലോ? അവിടെ ഉത്സവം നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വേങ്കമല എവിടെയാണെന്നോ അവിടെ ഇങ്ങനൊരു അമ്പലമുണ്ടെന്നോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ദിവസം മുൻപ് രാവിലെ ഒരു 7 മണി സമയത്ത് വീടിന് ഞാൻ അപ്പോൾ ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നില്ല. നോക്കിയപ്പോൾ ഉണ്ടോ ഭയങ്കര ശബ്ദം. എന്താണ് എന്നറിയാൻ വേണ്ടി പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളിങ്ങനെ പാട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ട്, ഭക്തിഗാനങ്ങളൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അത് കണ്ട് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും മനസ്സിലായില്ല. 1, 2, 3 വണ്ടികളല്ല, ഒരു 20-30 അടുപ്പിച്ച് ഇങ്ങനെ ലോറിയും ടൂറിസ്റ്റ് ബസ്സും ഓട്ടോയും പിക്കപ്പും ഒക്കെ ആയിട്ട് ഒത്തിരി വണ്ടികൾ ബോക്സൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു 2:30 സമയത്ത് എനിക്ക് ഷൂട്ടിനായിട്ട് പോകണമായിരുന്നു. ആ സമയത്താണ് മനസ്സിലാകുന്നത് ഇത് കൊടിമരം കൊണ്ടുവരാൻ പോയ വണ്ടികളാണ്. വെങ്കമല ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കൊടിമരം കൊണ്ടുവരാനായിട്ട് പോയ വണ്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. 5 കൊടിമരം എന്തോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കണം. കൊടിമരം കൊണ്ടുവരാൻ ഇത്രയും വലിയ ആഘോഷമായിരുന്നെങ്കിൽ വലിയ ഉത്സവമായിരിക്കുമല്ലോ എന്ന് കരുതി ഞാനും പപ്പയും അമ്മയും അനിയത്തിയുടെ ഹസ്ബൻഡ്, മക്കൾ, ഞങ്ങളെല്ലാവരും കൂടെ 2 വീലറിലാണ് പോയത്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ 2 വീലറിൽ ഇറങ്ങി. കാർ എടുക്കാത്ത മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണെങ്കിൽ കാറ് പാർക്ക് ചെയ്യാനോ ഒന്നിനും സ്ഥലം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് കാർ എടുക്കാത്തത്. ഞങ്ങൾ 3 2 വീലറിലായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട്. സ്റ്റോളുകൾ പലതും ഒഴിഞ്ഞു കിടക്കുവാണ്. ചിലപ്പോൾ ഇനി വരികയുള്ളൂ ആയിരിക്കും ആളുകൾ. പിന്നെ കൈകൊട്ടിക്കളിയുടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. കൈകൊട്ടിക്കളി എനിക്ക് തോന്നുന്നു കളിക്കുന്നവരല്ല, വീണ്ടും ഒരു 4-5 ടീം വെയിറ്റിംഗ് ആണ് കളിക്കാനായിട്ട്. അപ്പം വലിയൊരു പ്രോഗ്രാമാണ്. ഒരു ടീമിന് 1 അവർ വെച്ചിട്ടെങ്ങാനും ആയിരിക്കണം അവർ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഞങ്ങളവിടെ ഒരു മേളയുണ്ട്. മേളയിൽ കയറുന്ന വഴി തന്നെ നല്ല ഓറഞ്ച് ജ്യൂസ് കിട്ടും. ഞങ്ങൾ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. പിന്നെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേ അല്ല, അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ് മാറ്റി വേറൊരെണ്ണം ഞാൻ ഒട്ടിച്ചു. പിന്നെ നമ്മൾ കോളിഫ്ലവർ ട്രൈ ചെയ്തു, പാനിപ്പൂരി കഴിച്ചു. ഞാൻ പിന്നെ ഒരു പൊട്ടറ്റോ ഫ്രൈ എക്സ്ട്രാ മേടിച്ചു. ഇത് കുക്ക് ചെയ്യുന്നവർ ആണ് കുറച്ച് മുമ്പ് കണ്ടത്. അവർ ഭയങ്കര വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ജോളിയായിട്ട് വന്നത് സംസാരിച്ചു. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ കൊള്ളാം. പിന്നെ ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ ഇതൊക്കെ നമ്മൾ മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഓക്കെ, ടാറ്റാ.